നമസ്കാരം. പ്രേക്ഷകർക്ക് പരിചിതരായവരാണ് കൃഷ്ണകുമാറും മക്കളും. അഹാനയ്ക്ക് പുറമെ ഇഷാനിയും ഹൻസികയും സിനിമയിൽ അഭിനയിച്ചിരുന്നു. യൂട്യൂബ് ചാനലും ഓൺലൈൻ ബിസിനസ്സുമായി സജീവമാണ് ദിയ കൃഷ്ണ. അടുത്തിടെയായിരുന്നു ദിയ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. സെപ്റ്റംബറിലാണ് വിവാഹം. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്നും ദിയ പറഞ്ഞിരുന്നു. കുടുംബത്തിലെല്ലാവരും യൂട്യൂബ് ചാനലുമായി സജീവമാണ്. ഇപ്പോഴിതാ സഹോദരിമാർക്കൊപ്പമുള്ള വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഇഷാനി കൃഷ്ണ. ഹൂ നോസ് മീ ബെറ്റർ വീഡിയോയാണ് ഇഷാനി പോസ്റ്റ് ചെയ്തത്. കുറച്ചു കാലമായി വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല. അസുഖമൊക്കെയായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങളെല്ലാം ഹൂ നോസ് മീ ബെറ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായാണ് ചെയ്യുന്നത്. ദിയ ബ്രൈഡൊക്കെയായി പോവാൻ ഒരുങ്ങുകയല്ലേ, ഇനി ഇതുപോലെ ചെയ്യാനാകില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ എടുക്കുന്നതെന്നും ഇഷാനി പറഞ്ഞിരുന്നു. അമ്മ സിന്ധു കൃഷ്ണയായിരുന്നു മക്കളുടെ വീഡിയോ പകർത്തിയത്. ചില ചോദ്യങ്ങളിൽ അമ്മ മറുപടി പറഞ്ഞപ്പോൾ ക്യാമറാമാൻ അവിടെ നിന്നാൽ മതി, ഉത്തരം പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നായിരുന്നു ഇഷാനി പറഞ്ഞത്. 5 ചോദ്യത്തിനായിരുന്നു ഓസ് ശരിയുത്തരം പറഞ്ഞത്. അതെനിക്ക് അറിയാമായിരുന്നു എന്നായിരുന്നു ദിയയുടെ പ്രതികരണം. അഹാനയും ഹൻസികയും ഒരേ പോയിന്റ് ആയിരുന്നു നേടിയത്. നിങ്ങളൊരാളെ തെരഞ്ഞെടുക്കാനായി ഒരു ചോദ്യം കൂടിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇഷാനി പിന്നെയും ചോദ്യവുമായി വന്നത്. അതിന് ശരിയുത്തരം പറഞ്ഞത് ഹൻസികയായിരുന്നു. നിങ്ങൾ രണ്ടാളും നല്ല കൂട്ടാണെന്ന് അറിയാവുന്നതാണെന്നായിരുന്നു ദിയയും അഹാനയും പറഞ്ഞത്. മമ്മൂട്ടി ചിത്രമായ വണ്ണിലൂടെയായിരുന്നു ഇഷാനി ബിഗ് ബോസ് സ്ക്രീനിൽ അരങ്ങേറിയത്. ആദ്യ സിനിമ തന്നെ മമ്മൂട്ടിയെ പോലൊരു സെലിബ്രിറ്റിക്കൊപ്പം ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്ന് ഇഷാനി പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ പേരൊന്നുമല്ലെങ്കിലും മികച്ച ക്യാരക്ടറായിരുന്നു ഇഷാനിക്ക് കിട്ടിയത്. അച്ഛൻ കൃഷ്ണകുമാറും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ വിറയലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അങ്ങ് മാനേജ് ചെയ്തു. സെറ്റിലെല്ലാവരും കൂളായാണ് പെരുമാറിയത്. സീൻ എടുക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ടായിരുന്നുവെന്നും മുൻപ് ഇഷാനി പറഞ്ഞിരുന്നു. വീട്ടിലുള്ളവരാരും സിനിമയെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നവരല്ല. അഭിനയിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നുവെന്നും ഇഷാനി വ്യക്തമാക്കിയിരുന്നു.